ഇനി പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ എനിക്ക് വളരെ ചുരുക്കം കൂട്ടുകാരന്മാരുള്ള ഒരാളാണ് ഞാൻ. അതിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദിലീപിനെ കുറിച്ചാണ് പറയുന്നത്. ദിലീപ് ഞാനും കാണുന്നത് തന്നെ കൊച്ചിൻ കലാഭവനിലൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ബസ്സിൽ പോകുമ്പോൾ KSRTC ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുൻപിൽ ദിലീപ് ഇരിക്കുന്നുണ്ട് ആ സീറ്റിൽ. അങ്ങനെ പറൂർക്കവല ജംഗ്ഷനിൽ ദിലീപ് ഇറങ്ങാൻ പോകാമെന്നാണ്. ആലുവ പറൂർക്കവല അതന്നെ. അപ്പം എന്നെ ഞാൻ പരിചയപ്പെട്ടു. ദിലീപ് നമസ്കാരം, എൻ്റെ പേര് മണി എന്നാണ്. അറിയാം. അന്നത്തെ കാലത്ത് മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ സിനിമാ താരങ്ങളെ അതേമാതിരി മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു ദിലീപ്. അന്ന് മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ. ഇന്നും ആ ബന്ധം വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധമായിട്ട് കൊണ്ടുപോവാണ്. അപ്പം ഞാൻ പിന്നീട് ഇങ്ങനെ സിനിമയിൽ വരുന്നു, എനിക്ക് പ്രതീക്ഷയില്ല. ദിലീപിൻ്റെ ഞാൻ ത്രീമാൻ ആർമി അതന്നെ അതൊക്കെ കണ്ടിട്ട് മാനത്തെ കൊട്ടാരം കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. പിന്നീട് ദിലീപ് മലയാള സിനിമയിൽ വന്നു. നമുക്ക് സിനിമ നിർമ്മിക്കുകയും ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്ന നടനാണ്. അതിലുപരി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു അവസരം വരുന്നത്. സുന്ദർദാസ് സാറിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ, സാറിൻ്റെ ചിത്രമായ സല്ലാപത്തിൽ ഒരു ചാൻസ് വരുന്നു. ലോയി സാറാണ് അത് കഥയും എല്ലാം എഴുതിയിരിക്കുന്നത്. എന്നോട് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വന്നു. ലോയി സാർ എന്നെ നോക്കി ഒരു ചെത്തുകാരൻ്റെ ലുക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി എന്നോട് നടന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന് കാണിച്ചു. നടന്ന് കഴിയുമ്പോൾ ഈ തെങ്ങ് ചെത്താൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഒരു ഇതുകൊണ്ട് ഒരു കുണുക്കുണ്ട്, അങ്ങനെ കുണുങ്ങി നടക്കും. അത് അതേമാതിരി കാണിച്ചപ്പോൾ ലോയി സാർ പറഞ്ഞു, വെരി ഗുഡ്, കൊള്ളാം, ഇതന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ പടത്തിൽ വിളിച്ച് ആദ്യം എടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിലീപ് ഒരു വായനശാല പോലത്തെ ക്ലബിൻ്റെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് ചുക്കാപ്പിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ആ കണ്ണാടിയും കൂടി വെള്ളം പൂശായിരുന്നില്ലേ എന്ന് പറഞ്ഞ സീനുണ്ട്. അന്നതിലെടുത്തപ്പോൾ എനിക്കും ചിരി വന്നു, ദിലീപിനും ചിരി വന്നു. നല്ലൊരു സീനാണ്. ഞാൻ ആ സിനിമയിലൂടെയാണ് മലയാള സിനിമയ്ക്ക് എന്താ പറയുക, ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പിന്നീട് എനിക്ക് അവസരം കിട്ടുകയും അതിലുപരി അതിലൂടെ രക്ഷപ്പെട്ട ആൾക്കാരാണ് മഞ്ജു വാര്യർ, ദിലീപ്, ഈ കലാഭവൻ മണി, മനോജ് K ജയൻ ചേട്ടൻ, എല്ലാവർക്കും ഒരു അവസരം കിട്ടിയതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദിലീപിൻ്റെ സല്ലാപം എന്ന ചിത്രത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം.